സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പടം കാണുമ്പോൾ ഇത്രയും ഒരു നമ്മളൊരു പവറാണ് പ്രത്യേക ഒരു എന്താണെന്നറിയില്ല. നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പവർ നമുക്ക് കിട്ടുന്നത്. അത് എന്താണെന്ന് എനിക്കൊരു അത് ആ അല്ലു അർജുന്റെ ആ ഒരു പവർ തന്നെയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ 4 മണിക്ക് 4 മണിക്ക് 4 തിയേറ്ററും ഫസ്റ്റ് ഡേ ഇത്രയും ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇയാളുടെ പവർ ഒന്നും ആലോചിച്ചു. അത് ഒരു രക്ഷയില്ല. പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 ആണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് പാർട്ട് 2 തന്നെയാണ്. പുഷ്പ 2 പോസ്റ്റീസർ ആണെങ്കിൽ ഫാഫ എന്താ നമ്മുടെ രംഗണനും ഷമ്മിയും കൂടി ചേർന്ന ഒരു എക്സ്ട്രീം ലെവൽ ജോക്കർ ടൈപ്പ് വില്ലൻസ് അത്യാവശ്യം നൈസ് ആയിരുന്നു. ഫസ്റ്റിലെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ ഇതിനകത്തൊരു കംപ്ലീറ്റ് ഒരു അയ്യപ്പൻ കോശി റാപ്പോ പോലെ ഗീവാൻറ്റിക് റാപ്പോ പോലെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അല്ലു അർജുൻ ആക്ഷൻ ഉണ്ട്, മാസ് സീക്വൻസ് ഉണ്ട്, ഡാൻസ് അത്യാവശ്യം ഉണ്ട്, കിസ് ഒക്കെ നൈസ് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. മാസിന് വേണ്ടി അത്യാവശ്യം കുറെ ആക്ഷൻ സീക്വൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു, ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. BGM നൈസ് ആയിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇമോഷണൽ കണക്ഷൻ വന്നപ്പോ പ്രത്യേകിച്ച് 3 മണിക്കൂറിന്റെ പടം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. പടം പെട്ടെന്ന് വേദി കാണിച്ച പടം തീർന്നു ഒന്നാമതായിപ്പോയി. പാർട്ട് 3 വരുന്നുണ്ട്. എനിക്കത് മിസ്സിംഗ് ആയി തോന്നിയത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷണൽ കണക്ഷൻ കുറച്ചായിപ്പോയി. അതായത് സെന്റി എലമെന്റ്സ് വന്നപ്പോ പെട്ടെന്ന് എടുത്ത് കുറച്ച് പോലെ ആയിപ്പോയി. സോ വർക്ക്ഔട്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി എന്തായാലും നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ എല്ലാ സ്റ്റഫും ഉണ്ട്. ലോജി ഫാൻസിനും അല്ലെങ്കിൽ മലയാളീസിനെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സ്റ്റഫും ഉണ്ട്. കിസ് ഒക്കെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. അതായത് നിരാശപ്പെടുത്തില്ല. ഹൈ എക്സ്പെക്ടേഷൻ വേണ്ട, എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാറില്ല. കാരണം മോസ്റ്റ് ഹൈപ്പ് മൂവി ഓഫ് ദി ഇയർ ആയിരുന്നു എനിക്ക് തോന്നുന്നതാണെങ്കിൽ. സോ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയല്ല. ബട്ട് വർത്ത് ആണ്. പ്രത്യേകിച്ച് അലോജിന്റെ ആ ഒരു അർദ്ധനാരേശ്വരി സാധനം അതിനകത്ത് മാസ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഫൈറ്റ്സും നൈസാണ്. കാണുമ്പോൾ തിയേറ്റർ തന്നെ ഒന്ന് കാണാം. ദാറ്റ്സ് ഇറ്റ്. എന്താണെന്ന് ഞാൻ പറയാം. എന്താ പറയാ അടിപൊളി. പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 ഒരു ഡിഫറെന്റ് തന്നെയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് കൂടുതലും എന്താ ഡിഫറെന്റ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. വനിതാ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 4 മണിക്ക് വെളുപ്പിന് 4 മണിക്ക് ഈ 4 തിയേറ്ററും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ അല്ലു അർജുന്റെ ആ ഒരു എന്താ പവർ എന്താണെന്ന് അറിയാലോ. സത്യം പറഞ്ഞാൽ തിയേറ്ററിന് ഒരു രക്ഷയില്ല. 4 മണിക്ക് ഞാൻ സത്യം പറഞ്ഞാല് ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഞാൻ വരുന്നിട്ടില്ല. ടിക്കറ്റ് എടുത്ത് ഒരാഴ്ചയായിട്ട് ഈ സിനിമക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എന്താ വെച്ചാൽ പവർ പായിട്ട് പറഞ്ഞാൽ വളരെ ഫാസ്റ്റിലൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ല. എത്രയും അതിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആളുടെ പവർ ഈ ഫിലിം സത്യം പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ടതാണ്. ഇത് ഒരു കാരണവശാലും തിയേറ്ററിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഒരു പവർ പാക്കാണ്. നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ അറിയാം. സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താണെന്നറിയില്ല, നമുക്കൊരു പ്രത്യേക എനർജിയാണ് ഈ പടം കാണുമ്പോൾ. ആ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സത്യം പറഞ്ഞാൽ വേറെ ഇത് ഇവിടെ തെലുഗു വേറെ ലെവൽ അടിപൊളി. പെർഫോമൻസ് അടിപൊളിയാട്ടോ. പക്ഷെ എന്താ പറയുക, അല്ലു അർജുന്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അല്ലു അർജുന്റെ താണമാണ് പറഞ്ഞത്. అడ్డిపోయి లెక్క వేయగల నుంచి మొదలవుతుంది. సుక్కు మార్క్ వైల్డ్ ఫైర్ అస్సలు తగ్గేదే. వేయగోళ్ళు దాటుతుంది. ആക്ഷൻ സീസൺ പ്രത്യേകിച്ച് ഫഹദിന്റെ റോള് കുറെ ഉണ്ട്. ഫഹദ് നമുക്ക് ചെറിയ റോളാന്നുള്ളൂ. പക്ഷെ കംപ്ലീറ്റ് ഫഹദ് കുറെ
നേരത്തെ കേട്ട്. അപ്പൊ അതിന്റെ ആക്ഷൻ സൂപ്പറാണ്. പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ലാഗായിട്ട്, പക്ഷെ ആക്ഷൻ സീസൺ കംപ്ലീറ്റ്ലി നല്ല తెలుగు తెలుగు సూపర్ సూపర్ హిట్ సూపర్ హిట్ 5,000 crores